ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് കഴിക്കാൻ അതെ, ഇന്ന് നമ്മളൊരു ജപ്പാൻ അല്ലേ ഇരുന്നു. ജപ്പാൻ ജപ്പാൻ. ജപ്പാൻ ഡിഷ് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. ജപ്പാൻ ഡിഷ്. അപ്പം നമുക്ക് ഇനി ജപ്പാനിൽ പോയിട്ട് വരാം. ഓക്കെ, അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അതിനെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമുക്കിനി ജപ്പാനിലെ ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് റിവ്യൂ പറയാം. നമ്മൾ റിവ്യൂ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഏതൊക്കെ സാധനങ്ങൾ ട്രൈ ചെയ്യണം നമുക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയാണ് അതന്നെ നമ്മള് ഓർഡർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാണ്. എന്തൊക്കെ ഐറ്റംസ് അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റുമല്ലേ. അപ്പൊ ശരി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ടൈക്കണി അതെ ഈ ടൈക്കണി കാണാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സക്സസ്ഫുള്ളി മാളിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോ ചേട്ടൻ റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു. എങ്ങനെയൊക്കെ പറന്നൊക്കെയാണ് വന്ന റോഡിൽ കൂടെ അല്ലേ അമ്മ. അപ്പോൾ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട് ടൈക്കിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അമ്മതാ മുമ്പേ നിൽക്കുവാണ് ചാടി ചാടി. അറിയാൻ വയ്യ എന്തൊക്കെ കഴിക്കുമെന്ന്. കഴിക്കണേ സർ പ്ലീസ് കം. ഓക്കെ 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 മാഡം. സർ അവിടെ ഓക്കെ. നല്ല സെറ്റ് ആംബിയൻസ് ആണ് ഗൈസ്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല അടിപൊളിയാണ്. അതാണ് ഗൈസ്, ഇതാണ് ടൈക്കൺ. നല്ല അടിപൊളിയാണ്, ആംബിയൻസ് ഒക്കെ സെറ്റാണ്. ഓ അമ്മോ, എല്ലാം അറിഞ്ഞൂടെ എന്തൊക്കെ പറയണോന്ന്, ഏതൊക്കെ ഐറ്റമാണ്. ഞാൻ ഇന്ന് ചോപ്സ്റ്റിക്കിലേ കഴിക്കും. ചോപ്സ്റ്റിക്ക് കഴിക്കും. ചലഞ്ച് പഠിച്ച ചോപ്സ്റ്റിക്ക് കഴിക്കാൻ യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. ആണ്ടിരിക്കുന്ന മെനു ഒക്കെ നോക്കി തുടങ്ങി. കാണുന്നുണ്ടോ നിങ്ങൾ? അടിപൊളി വൈബാണ്. അമ്മ ഭയങ്കര കാര്യമായിട്ടിരുന്ന് മെനു ഒക്കെ നോക്കുന്നുണ്ട്. വല്ല മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? വല്ല കാര്യത്തിൽ നോക്കുന്നുണ്ട്, എന്തൊക്കെയുണ്ട്. ഗൈസ്, ഇന്ന് നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഇതാണ് നമ്മുടെ ക്യാൻഡിൽ ലൈറ്റ്. എടുത്തോണ്ട് പോക്കോ, ക്യാൻഡിലേക്ക് എടുത്തോണ്ട് പോക്കോ. ഓക്കെ, എന്റെ തന്നെ കൊടുക്കാനുള്ള പൈസ ഇല്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഹർഷത് കത്തി ജ്വലിച്ച് നിൽക്കുന്നു. ഇവിടെ വെയ് അവരൊക്കെ നോക്കുന്നു. 1 mixed dim sum basket non-veg. ഓർഡറിങ്. Then on Taikan special noodles chicken. So can I get the half? No, only 4. Okay, fine. Then 1 chicken shoyu ramen. വലിയ ജപ്പാൻകാരെ Yeah, 1/2, yeah. വേണ്ട, ഒന്നായിട്ട് എടുത്താൽ മതി. No, you can take it as one. Yeah. ഓർഡറൊക്കെ കൊടുത്തു ഗൈസ്. Yeah. Okay. ഒരു പഴയ ഫ്രണ്ട്സ് ആണ്. So you book from Easy Diner? Easy Diner, yeah. Home drink is there? Yeah, yes. So home drink, fresh lime. നമ്മുടെ ട്രെയിനിങ്ങിലാണ് ചോപ്സ്റ്റിക്ക് എങ്ങനെ പിടിച്ചെടുക്കാന്നുള്ളത്. അവര് സാധനമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നേട്ടാ. ഓ, അതെ, ഇത് എടുക്കാൻ വെച്ചേക്കണല്ല, നോക്ക് അതവര് ആ സാധനം വെച്ചേക്കുന്നതാണ്. അപ്പൊ ഇവളതായത് എടുത്ത് പഠിക്കുന്നത് ട്രെയിനിങ്. എന്റെ പൊന്നെ, ട്രെയിനിങ് എടുക്കുവാണ് ഇപ്പോഴേ. സാധനം വരുമ്പോഴും കണ്ടാ മതി, അല്ല തപ്പിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എടുക്കും, ഫുഡ് വായിക്കാത്ത ഒരു സാധനം അങ്ങ് പോകും. അത് തന്നെ. ഇന്ന് ഞാൻ ഇതിലേ കഴിക്കൂ, നീയും. ഓക്കെ, എന്റെ കാര്യം സംശയമാണ്, എന്നെ കൊണ്ടത് കഴിക്കാൻ പറ്റുമെന്ന് അറിയാം. അങ്ങനെ പറയല്, ഇതിൽ കഴിക്കണം ഇന്ന്. ഓക്കെ, ഞാനും ട്രൈ ചെയ്യാം. പക്ഷെ മിക്കുള്ളതും തറയിലൊക്കെ ആവുന്നേ ഉള്ളൂ. അറിയാൻ വയ്യ. ഇനി 6 പീസൊക്കെ ഉള്ള സാധനം വന്നു കഴിഞ്ഞാൽ എത്ര വായിൽ പോകാന്ന് അറിയാൻ വയ്യ. ഓക്കെ, പറയൂ. നീ ഇപ്പൊ പഠിക്കണ്ട, ആദ്യം ഞാൻ ട്യൂട്ടോറിയൽ പറഞ്ഞുതരാം, അത് കേൾക്കണം. നമ്മളതിൽ 2 എണ്ണം ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം പേന പിടിക്കുന്ന കണക്ക് പിടിക്കണം. ഇങ്ങനെയല്ലേ പേന പിടിക്കണം, ആ ഒരു. അടുത്തത് നമ്മൾ പിടിക്കാനുള്ളത് ഇതിന്റെ അകത്തൂടെ കേട്ടണം, ഒരു ഹോൾ കണ്ട. എന്നിട്ട് ഈ കൈ ഇതുകൊണ്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ടിങ് 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 പഠിച്ച് നീ കാണിച്ചാണ്. അങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോവണ്ടേ. ഇങ്ങനെയല്ലേ, പാടാണ് ഗൈസ്. വെരി വെരി ടഫ്. ഞാൻ യൂട്യൂബ് വീഡിയോ ഫുഡ് കണ്ടിട്ട് വരുമ്പോ നമുക്ക് നോക്കാം ആരും നല്ലോണം ചെയ്യുമോ. ഞാൻ കൈ കൊണ്ട് വരുത്തി അടി ഇങ്ങനെ ടിങ് 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 ടിങ്. അത് തന്നെ സംഭവം. ഇനി എടുത്ത് ഇങ്ങനെ കഴിച്ചു കൊടുത്താൽ മതി.
നീ തിന്നാ മാത്രം മതി, ഫുഡ് വരട്ടെ. നമ്മളിന്ന് സ്പ്രൈറ്റ് ആണ് ഗൈസ് ഓർഡർ ചെയ്ത. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈം കൊള്ളൂല, ബാക്കിയൊന്നും അടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇതെടുത്തു. ഇവരുടെ സോൾട്ട് വേറെ ഒന്നല്ലേ, അപ്പം നമുക്കത് എന്തോ പോലെ. നോക്കാം. വരാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. സ്പെഷ്യൽ വലയും. ഒരാള് 10 മണിക്ക് ഇറങ്ങാനുള്ള ആള് ജോലിന്നൊക്കെ നേരത്തെ 9:45 ആള് 9 മണിക്ക് മുമ്പേയൊക്കെ പണി നിർത്തി ഇറങ്ങി വന്നേക്കുക. അത്രേ ഉള്ളൂ. ഫുഡ് മെയിൻ. അമ്മോ, എന്തൊരു ഐറ്റം വന്നത്? ഇത് ടൈക്കൻ സ്പെഷ്യൽ നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്. ഇതെന്തുവാ മുളയില് എന്തൊക്കെ പാത്രത്തിലാണ് കഴിച്ചു വന്നിരിക്കുന്നത്? ഓക്കെ, ഇത് ദിംസം. ഒന്നുകൂടെ നോക്കിട്ട് പറഞ്ഞുതരാം. മെനു തപ്പാണ് കഴിച്ചു. മെനു നോക്കി കാണാതെ പഠിച്ചിട്ടിരിക്കുവാണ്. ജാട കാണിക്കുക എല്ലാം അറിയാം. ക്യാമറ ഓഫ് ചെയ്യും. ഇല്ല, ക്യാമറ ഓഫ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു ശരിയാണ്. മിക്സഡ് ദിംസം. മിക്സഡ് ദിംസം. ഓക്കെ, അതില് മിക്സഡ് ദിംസം. ഇതാണ് ഗൈസ്. ചൂടോ. നിക്ക്. ഇനി ഒരു ഐറ്റം കൂടെ വരാണ്ടല്ലേ. യാ, അമ്മൂടെ റെഡിയാവുകയാണ് തിന്നാനായിട്ട്. എന്തേലും ഒരുങ്ങി എവിടെ പോണ്? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ വരുമ്പോ കഴിക്കാനുള്ളത്. ജാടക്കൊട്ടും കുറവില്ലേ? ഒരു കുറവില്ല. ജപ്പാനിൽ എത്തിയപ്പോൾ ഇത്രയും ജാടാണില്ല. എന്ത് നീ ഇടുന്നില്ലേ? ഇനി എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിച്ചോളാം. ഓ, ഇറടത്ത്. പിന്നെ എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിച്ചോളാം. ഈ കോണ ഇടാൻ എനിക്ക് വേണ്ട. അപ്പോൾ ഐറ്റം വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോന്ന്. ചോപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊട്ടും കുറയ്ക്കുന്നില്ല. ഫസ്റ്റ് ഏത് നോക്കട്ടെ. ഇങ്ങനെ എന്തോ പിടിക്കാനുള്ള അറിയാൻ വയ്യ. ഇങ്ങനെയുണ്ട്. പോയി ലൈൻ കട്ട്. ഇതേ ഒട്ടും കഴിവില്ല. ഇതിട്ട് എങ്ങനെ? ആ നോക്ക്. അവള് കഴിച്ചു. ഇങ്ങനെയുണ്ട്. അത് രണ്ടായി പോയി കഴിച്ചു. നിനക്ക് ഇതല്ല പറഞ്ഞിട്ടോളാം, നിനക്ക് ഇതാണ് പറഞ്ഞിട്ടോളാം. നമ്മൾ മൊത്തം ചീത്താക്കി. ഇത് ബ്രോൺസ് ആണ്. സാധനം വന്നില്ല. അടുത്ത സാധനം വന്നു. റാമേൻ, ചിക്കൻ ഷോയു റാമേൻ. ഭയങ്കര പേരെന്നല്ലേ. അടിപൊളി സാധനം. കൊള്ളാം, സെറ്റ്. ഓക്കെ, കഴിച്ചോളൂ. ഗൈസ്, നമുക്ക് അവ എടുക്കുമെന്ന് നോക്കാം. പറ്റുന്നില്ല ഗൈസ്. പഠിച്ച് പിന്നെ അല്ല, അങ്ങനെ അടുത്തൊന്നും എനിക്കൊല്ലം അറിയാൻ വയ്യ. ഞാനാണ് പഠിപ്പിച്ചു കൊടുത്ത ഗൈസ്. അപ്പം ശരി, നമ്മളിത് കഴിച്ചിട്ട് തരാം. സർവേ ചെയ്യുകയാണ് ഗൈസ്. 2 പ്ലേറ്റിലായിട്ട്. അടുത്തത് ടൈക്കൻ സ്പെഷ്യൽ ചിക്കൻ നൂഡിൽസ്. അതെ, ഞാൻ ജപ്പാൻകാരിയായി മാറിയോന്ന് എനിക്കൊരു സംശയം. ഇനിയിപ്പോ ജപ്പാനിൽ പോയാലാ? ഇട്ടാലോ ജപ്പാനിലോട്ട്. ചേർത്ത് വെച്ചില്ലെങ്കിൽ താഴെ പോവും. ചേർത്തൊക്കെ പാത്രങ്ങൾ വെച്ചില്ലെങ്കിലേ ചിലപ്പോ താഴെ പോവും. താഴെ കളയില്ല. ഇല്ല, ഭയങ്കര വിലയാ. പ്രീഷ്യസ്, വെരി വെരി പ്രീഷ്യസ്. ഇതിൻ്റെ കൂടെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്ത് കൈസേവൊക്കെ നല്ല കോമ്പിനേഷൻസ് അറിയാം കൈസ്. എത്ര എടുക്കണം, എത്ര വേണ്ട, അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്കിത് എവിടേക്കും പറ്റിയില്ല. ഓതി കുതും കണക്കൊക്കെ കണ്ടിട്ടുള്ളൂ. അതുപോലെയാണ് ഒഴിക്കുന്നത്. ഇല്ല, തീർത്തൊക്കെ ഒഴിക്കുന്നത്. ഇത് സ്പൈസി ആണെന്ന് തോന്നുന്നു. ശകലം ഒഴിച്ചാൽ പോലെ ഞങ്ങൾക്ക്. ഓക്കെ. ശരി, മതി. എരിയൊക്കെ നല്ലോണം ഇട്ടിട്ടുണ്ട്. നിന്റെ ട്രൈയിൽ വീഴണം. ആര്? ഞാൻ. നിന്റെ ട്രൈയിൽ നീ വീഴും ഇങ്ങനെ പോയാ കുറെ. ഗൈസ്, നൂഡിൽസ് എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെയാണ് നൂഡിൽസ് വെച്ച് നമുക്ക് ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം.
ഇതും ഞാൻ ചോപ്സ്റ്റിക്ക് കൊണ്ട് എൻ്റെ ചലഞ്ച്. ചോപ്സ്റ്റിക്ക് കൊണ്ട് കഴിക്കൂ. കൊള്ളാവോ? എനിക്ക് നൂഡിൽസ് ഇഷ്ടമായാലോ എന്ന് അറിഞ്ഞൂടാ. സെറ്റ് കിട്ടും. സെറ്റാണ് ഗൈസ്. നമ്മളിവിടെ ഒന്ന് ട്രൈ ചെയ്യണം. നീ കഴിച്ചോ. ഗൈസ് നൂഡിൽസ് തിന്നാത്ത അർഷാദും നൂഡിൽസ് കഴിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? അടിപൊളി സാധനം ഗൈസ്, അടിപൊളി. ട്രൈ ചെയ്യണം ഗൈസ്. ചലഞ്ച് വിടാൻ ഒരു രക്ഷയില്ല. അതിൻ്റെ ഓരോരോ നൂഡിൽസ് ആയിട്ട് നുള്ളിപ്പറക്കി കഴിക്കുവാണ്. തീരാറായപ്പോഴേ വരുന്നില്ല. ഡെഡിക്കേഷൻ. ഇനിയെങ്കിലും സ്പൂണിട്ട് കഴിക്കോ മാഡം? ഇല്ല, നീ വീഡിയോ തന്നെ നാട്ടിക്ക. ഞാൻ സ്പൂൺ തൊട്ടോ. ഓരോ നൂഡിൽസ് അരിമണികളും പറക്കി തിന്നുവാണ്. നൂഡിൽസ് നമ്മൾ കഴിക്കുമ്പോഴേ ഇങ്ങനെയല്ല എടുക്കാളാം, പിന്നെ ഇങ്ങനെ എടുക്കണം, അപ്പോഴേ തോന്നി വരും. അയ്യോ, ടെക്നിക്ക് ഇനി ലാസ്റ്റ് ഐറ്റം, നമ്മുടെ ഐറ്റം റാമൻ. ചിക്കൻ റാമൻ. ചിക്കൻ റാമൻ. എന്താണ് ഒന്നുകൂടെ പറയോ? ചിക്കൻ റാമൻ. കഴിക്കൂ. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ഒരു എന്തൊക്കെ ഇലയുണ്ട്, പിന്നെ സ്പ്രിംഗ് ഓണിയനാ, അങ്ങനെ എന്തോ ഇത്, പിന്നെ മുട്ടയുണ്ട്. കഴിച്ചോ. ഈ വെള്ളത്തിൽ ഇതിട്ട് എന്ത് കാണിക്കാമെന്ന് അറിയാൻ വയ്യ ഗൈസ്. ഇനി എന്റെ ചലഞ്ചിന്റെ ലാസ്റ്റ് നമ്മളിങ്ങനെ ഇടണം. ഒടുക്കത്താവോ എന്തോ. ആദ്യം നമുക്ക് ചിക്കൻ എടുക്കാം. ആദ്യം നമ്മൾ ചിക്കൻ എടുക്കണം. ചിക്കൻ എടുക്കുന്നില്ലല്ലോ, എടുത്തിട്ട് പൊങ്ങാത്തതാണോ? ഇല്ല, അതെ. എങ്ങനെയുണ്ട്? കൊള്ളാം. വെള്ളത്തിൽ കളി നടക്കുന്നില്ല കേട്ടോ. പയ്യ സ്പൂൺ എടുത്തോ. ഇല്ല ഇല്ല ഇല്ല, സമ്മതിച്ചിരുന്നില്ല. ഇല്ല, കറക്കി ചുറ്റി എടുക്കണം. എന്നാ വരും. വെയിറ്റ്, പിടിച്ചതിന് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഓ, തോന്നുന്നു. ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇതുണ്ട്, ഞാൻ കഴിക്കും. കഴിക്കും ഇങ്ങനെയാണെങ്കിൽ കഴിക്കും. മഷ്റൂം ഒക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ വിഷയമൊന്നും മാറ്റണ്ട. സ്പൂൺ എടുത്തോ. ഇല്ല, സ്പൂൺ ഇന്ന് ഇവിടുന്ന് പോയില്ലെങ്കിലും ഞാൻ ഇതിന്നെ കഴിച്ചു. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കഴിച്ചു തീർത്തോളാം. അവസ്ഥ തന്നെ എന്നൊക്കെ പറഞ്ഞ ഇതാണ് വാശി എന്നൊക്കെ പറഞ്ഞ ഇതിലെ മുട്ട തിന്നോളം നേരത്തെ. വല്ലതും പറയാനുണ്ടോ? വരുന്നുണ്ട്. ഓക്കെ, സമയം കഴിഞ്ഞു. ചലഞ്ച് എന്ന് പറഞ്ഞ ചലഞ്ച് ഇതിലെ തിന്നു എന്ന് പറഞ്ഞ ഇതിലെ തിന്നു. ഓക്കെ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, പക്ഷെ അവന് ഇഷ്ടപ്പെട്ട്. അവൻ ഈ എരിയും പുളിയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് തേരിയൊക്കെ വേണം. എങ്ങനെയുണ്ട്? മുങ്ങി തപ്പുവാണ് ഗൈസ്. പഴങ്കഞ്ഞി കുടിക്കുന്ന നിനക്കതായിരുന്നോ കുടിക്കുന്ന റേമൻ? എടാ, ഇതിനെ റേമൻ ഇൻഡു പഴങ്കഞ്ഞി ടിക്ക്. ഇവനെയും കൊണ്ട് ഇനി ഇങ്ങനെയുള്ളടത്ത് വരല്ലേ ഗൈസ്. സ്റ്റാൻഡേർഡ് ലോ ലെവലാണെന്നേ ഉള്ളൂ. ശരി ഗൈസ്, അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. ഇവിടെ കൈ കഴുകാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ചോദിച്ച് അങ്ങനെ ഒരു വൈപ്പ്, പല്ല് കുത്തി, പിന്നെ കഴിച്ച സ്മെല്ല് വരാതിരിക്കാൻ ഒരു പോളം. നമ്മളാദ്യം ഈ വൈപ്പ് ആണോ ഉണ്ട്. ആരും കണ്ടില്ല. ചെറിയുന്നു. എന്തായാലും പോയി 2-3 കൈ എടുത്ത് വെച്ചോണ്ട് പോവാ. നമ്മള് ബില്ലടച്ചല്ലേ, കുഴപ്പമില്ല. ഇത് പോളോ, ഞാൻ എല്ലായി. ഇത് ബാക്കി വന്ന് പെപ്സി പോവാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയല്ലേ. നല്ല ആശ്വാസമായി. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട? ഒരു ജപ്പാനിൽ പോയിട്ടൊന്ന് സുഖം.
എരിയും പുളിയൊന്നും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ആ ഇഷ്ടപ്പെട്ടു. തന്നെ എരിയും പുളിയൊന്നും ഇഷ്ടമല്ല, പക്ഷെ അവക്ക് എരി നല്ലോണം വേണം ഗൈസ്, അതുകൊണ്ട് അവക്ക് അത്ര പിടിച്ചിട്ടില്ല. നൂഡിൽസ് ഇഷ്ടപ്പെട്ടു. ഉം. പിന്നെ ഫസ്റ്റത്തെ മറ്റേ സാധനം ഉണ്ടല്ലോ, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെന്താ? വേറെന്താ? അപ്പൊ ഇനി നമ്മള് റൂമിലോട്ട് പോകുന്നു. റൂമിലോട്ട് പോട്ടെ.